പങ്കെടുക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം താൻ വിശ്വസിക്കുന്ന, താൻ പ്രചരിപ്പിച്ചിരുന്ന യുക്തിബോധത്തിന് അടിസ്ഥിതമായി ജീവിച്ച ഒരു മഹാനായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ യുക്തിബോധത്തിൻ്റെ സന്ദേശമാക്കി മാറ്റിയ ഒരു ദിവസത്തിൻ്റെ ഒരു ഓർമ്മയാണ് നമ്മൾ കൊടുക്കുന്നത്. സാധാരണ എല്ലാവരും യുക്തിബോധത്തെ പറയും. ഞാൻ യുക്തിവാദം എന്നുള്ള വാക്ക് മനഃപൂർവ്വം ഉപയോഗിക്കാത്തതാണ്. സത്യത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സ്വതന്ത്ര ചിന്തകൻ എന്ന പദപ്രയോഗമാണ്. അദ്ദേഹത്തിന് സ്വത്തുക്കൾ പരിപൂർണമായി ഈ പുസ്തകത്തിന് വേണ്ടി നീക്കിവെച്ചു എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും സ്റ്റേജികളിൽ നിന്ന് ഘോരഘോരം പ്രസംഗിക്കാറുണ്ട് പല കാര്യങ്ങളും. പക്ഷെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ശ്രമിക്കാറില്ല. വിശ്വാസത്തിന്റെ കാര്യത്തിലായി പോലും. കാരണം സ്വന്തം പ്രത്യയശാസ്ത്രം കുടുംബാംഗങ്ങളെ പഠിപ്പിക്കാൻ കഴിയാത്തവർ നാടുകളിൽ നിന്നുകൊണ്ട് പ്രത്യയശാസ്ത്രം പഠിപ്പിക്കുന്നതും തത്വങ്ങൾ പഠിപ്പിക്കും. അപ്പൊ നമ്മുടെ ജീവിതമായിരിക്കണം നമ്മുടെ മാതൃകകൾ. നമുക്കും നമ്മുടെ കുട്ടികൾക്കും കുടുംബക്കാർക്കും ഒക്കെ മാതൃകകളായിരിക്കേണ്ട നമ്മുടെ ജീവിതമാണ്. അത് സ്വന്തം അനുഭവത്തിലൂടെ കാണിച്ച ഒരു വ്യക്തിയുടെ സ്മരണയ്ക്ക് വേണ്ടി നടത്തുന്ന ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇടയായതിൽ എനിക്ക് അതിയായ സന്തോഷവും. രണ്ടാമത്തെ കാര്യം, എന്റെ വിഷയം മൂഢവിശ്വാസങ്ങൾ മനഃശാസ്ത്ര ദൃഷ്ടിയിൽ എന്നാണ്. പലരും ഞാൻ മനഃശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് ആദ്യം പറയണം. ഏറ്റവും കൂടുതൽ മൂഢവിശ്വാസങ്ങൾ മനഃശാസ്ത്രജ്ഞന്മാരെ കുറിച്ചാണ്. ഇവരെന്താ മാനുഷിക ശക്തിയുള്ളവരാണെന്നും മുഖത്ത് വയ്ക്കാൻ മനസ്സിലിരിക്കുന്ന കാര്യങ്ങളൊക്കെ നേരെ ചെയ്യാൻ കഴിവുള്ളവരാണെന്നും ഒക്കെ ചിന്തിക്കുന്ന മൂഢവിശ്വാസമാണ് പലർക്കും ഉള്ളത്. അത് വെച്ചുകൊണ്ടാണ് പലരും നമ്മള് ഈ മനഃശാസ്ത്രജ്ഞന്മാരെ കാണുന്നത്. ഞാൻ എറണാകുളത്ത് വന്ന സമയത്ത് പലർക്കും എന്നെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പേടിയാണ്. കാരണം മന്ദാനം നോക്കിക്കഴിഞ്ഞാൽ മത്സരം മുഴുവൻ അറിഞ്ഞു വന്നിട്ടുള്ളത്. ഇതിനേക്കാൾ പേടിയാണ് ദേവീ പുരുഷന്മാരെ ആളുകളൊന്നും. പിന്നെ ഇതിലൊരു ഏറ്റവും രസകരമായ കാര്യം, സിസ്റ്റർ ജസ്മി സംസാരിച്ചപ്പോൾ പറഞ്ഞു വിശ്വാസവും അന്ധവിശ്വാസവും. എല്ലാ വിശ്വാസവും അന്ധവിശ്വാസമാണ്. എല്ലാ വിശ്വാസത്തിനും അന്ധവിശ്വാസം ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് ഉണ്ടാക്കുന്ന വിശ്വാസങ്ങളാണ്. ഈ വിശ്വാസങ്ങളുടെ ആരംഭം എന്താ? കാട്ടുതീണ്ടായി മനുഷ്യൻ മരിക്കാൻ തുടങ്ങിയപ്പോ അഗ്നി ആരാധിക്കാൻ തുടങ്ങി, പാമ്പ് വലിച്ച് മരിക്കാൻ തുടങ്ങിയപ്പോ സർപ്പത്തെ ആരാധിക്കാൻ തുടങ്ങി. ഇതെല്ലാം ഈ ദൈവത്തെ നമ്മൾ സൃഷ്ടിച്ചെടുക്കുക. പണ്ട് ആ യേശുദാസ് പാടിയ ഒരു പാട്ടുണ്ടല്ലോ, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. ഇന്നത്തെ പാടിയെങ്കിൽ പ്രശ്നമായിരുന്നു. ഇന്നത്തെ സ്ഥിതി അതാണ്. കാരണം എന്റെ സുന്ദരിയായ ഭാര്യയെ ഞാൻ ക്ഷയരോഗിയും ബലഹീനവുമാണെങ്കിൽ എന്നെക്കാൾ ശക്തമായ ഒരുത്തൻ പിടിച്ചുകൊണ്ടുപോയാൽ അവനെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ പറയും എനിക്ക് വെള്ളമൊന്നും ചെയ്യാൻ പറ്റില്ല, മോളെടുത്ത് സൂക്ഷിക്കണം. അപ്പൊ നമ്മുടെ ഭീരുത്വത്തിന്റെ സൃഷ്ടിയാണ് വിശ്വാസം. ആ വിശ്വാസത്തിലെ അധിഷ്ഠിതമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കേണ്ടതിന്റെ അടിസ്ഥാനപരമായ ആവശ്യം ഇതുമായി ജീവിക്കുന്നവർക്കാണ്. നിങ്ങൾ പലരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിരിക്കുന്നവരോ, നിങ്ങൾ സത്യസന്ധമായി ജോലി ചെയ്താൽ ഒരു 10 വർഷം ജോലി ചെയ്താൽ എന്ത് വരുമാനം ഉണ്ടാക്കാൻ പറ്റും? നിങ്ങൾ ചെലവഴിച്ച് എന്ത് പറ്റും? നേരെ മറിച്ച് നിങ്ങൾ നാളെ രാജദൈവമാകും, കുറച്ച് സംസ്കൃതം പഠിക്കണം, അല്ലെങ്കിൽ മതപുരോഹിതനാകും, ഒരു 10 കോടി ഉണ്ടാക്കണം ഈ 10 കൊല്ലത്തിന്റെ ഇടയ്ക്ക്. ഇതെവിടുന്നാണ്? കോടിക്കണക്കിന് രൂപകളാണ് ഈ മതപുരോഹിതന്മാർക്ക് വേണ്ടി വരുന്ന ആൾദൈവങ്ങൾക്ക് വേണ്ടി വരുന്നത്. ഈ 1000 കോടി വരുമ്പോൾ 3 കോടി രൂപ മുടക്കിക്കൊണ്ട് ആശുപത്രി പഠിത്താൻ ശബ്ദത്തിന് കുറച്ച് കയറാറുണ്ട്. പഠിത്താൻ അത് ഏറ്റവും വലിയ കാര്യമായിട്ട് നമ്മൾ കാണുന്നു. അതിന് സോഷ്യൽ ഓഡിറ്റിംഗ് ഇല്ല. അത് എന്ത് ചെലവാക്കുന്നു എന്ന് അറിഞ്ഞുകൂടാ. ഈ ഇന്ത്യ രാജ്യം പോലൊരു രാജ്യത്ത് ഈ കൂടുതൽ തീവ്രവാദ പ്രവർത്തനങ്ങളും വിധ്വംസ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഭാരത രാജ്യത്ത് ഈ ബാക്കി പണം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് കണ്ടെത്താനായിട്ടുള്ള ചങ്കൂറ്റമുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാർ ഈ രാജ്യത്തില്ല. അതുണ്ടാവില്ല. കാരണം ഒരു 4-5 വർഷം മുമ്പ് ഒരു വലിയ ആൾദൈവത്തിന്റെ ആർത്തവവിരാമം എറണാകുളത്ത് വെച്ച് ആഘോഷിച്ചു. അന്ന് അവരുടെ മാതാപിതാക്കളിൽ സാഷ്ടാംഗ പ്രണാമം നടത്തിയത് ഇന്ത്യൻ പ്രസിഡന്റ് മുതൽ പ്രധാനമന്ത്രി വരെയുള്ള ചീഫ് ജസ്റ്റിസ് വരെയുള്ള ആളുകളായിരുന്നു. ഇവർ നടത്തുന്ന ഈ അഭിപ്രായങ്ങൾ കാണുന്ന സാധാരണ ജനങ്ങൾ അവരെ വിശ്വസിക്കുകയും അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുകയും ചെയ്യുമെന്നതിൽ യാതൊരു സംശയം എനിക്കില്ല. അവർ
സൃഷ്ടിച്ചിരിക്കുന്നത് രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ സങ്കേതങ്ങൾ ഇവരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഞാൻ ഇവരൊന്നും കുറ്റം പറയില്ല. കാരണം ഇവിടുത്തെ ഈ രാജ്യത്തെ ജനങ്ങളുടെ രോഗഗ്രസ്തമായ മനസ്സാണ് പ്രശ്നം. നാളെ സന്തോഷ് മാധവൻ വന്നാലും ഒരു ആശ്രമം തുടങ്ങിയാലും ഇതിനേക്കാൾ കൂടുതൽ ആളുകളുണ്ടാവും. ഞാൻ ഇന്ന് ഇവിടെ ഒരു മതപ്രസ്ഥാനം നടത്തിയിരുന്നെങ്കിൽ അത്യാവശ്യം ചെയ്യാനറിയാവുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പ് പറഞ്ഞ ആളുണ്ടാവുമായിരുന്നു. കാരണം ആളുകൾ വിശ്വസിക്കാൻ നമ്മൾ രക്ഷകനെ തേടി നടക്കുകയാണ്. രക്ഷകനില്ലാത്തതാണ് നമ്മുടെ പ്രശ്നം. ആ രക്ഷകനായിട്ട് വന്നാലും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യും. കേജ്രിവാളെന്ന് പറഞ്ഞ രക്ഷകനാണ് ധരിച്ചു നിർത്തി. ആര് വന്നാലും മതി. ഒരു രക്ഷകനെ തേടി നടക്കുന്ന സമൂഹത്തിനെ രക്ഷകനായി അവതരിക്കുക എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ജീവിത സന്ധാരണ. ഈ വേഷകം മാറ്റിയിട്ട് കാവിക്കുപ്പായ കേട്ട് കുറച്ച് പർവ്വതമായി കളിക്കാനുള്ള വന്നാൽ ഒരു 500 ശിഷ്യന്മാരെ കിട്ടുന്ന ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടെന്നുള്ളതിലേക്ക് കൂടുതൽ ആശുപ. പക്ഷെ സത്യങ്ങൾ കേൾക്കാൻ മനസ്സിലില്ല. കാരണം ഈ ഞാനൊരു കാര്യം, എല്ലാ വിശ്വാസങ്ങളും ഞാൻ ഒരു അവിശ്വാസങ്ങളാണ് പറഞ്ഞത്, അന്ധവിശ്വാസങ്ങളാണ് പറഞ്ഞത്. ഇതിൽ നമ്മൾ എപ്പോഴും വിശ്വാസങ്ങളായിട്ട് ബന്ധപ്പെടുത്തുന്ന ശരിയും തെറ്റുമാണ്. എല്ലാവരും ശരിയും തെറ്റും. നേരത്തെ കൃഷ്ണ സംസാരിച്ച് പറഞ്ഞു നന്നായിട്ട് നാരായണ നന്നായിട്ട് തീരുമാനിക്കും. ഈ നല്ല തീരുമാനിക്കുന്നത് അതിന്റെ കുട്ടനാട്ടിലായിരിക്കുന്നത്. നാളെ ഞാൻ കോൺക്രീറ്റ് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ജയിലിൽ പോകും കൊലപാതകത്തിന്. അതെ, നിങ്ങൾ പാകിസ്ഥാൻ പട്ടാളക്കാരനെ കൊന്നാൽ നിങ്ങൾക്ക് പാർലമെന്റിലേക്കെന്ന് ഈ രാജ്യം ബഹുമാനിക്കും. ഏതാണ് നന്മ, ഏതാണ് തെറ്റ്? അപ്പൊ നന്മയും തെറ്റും കാലത്തിനും സമയത്തിനും സമൂഹത്തിനും ഉള്ള ഒരു ചില പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തീരുമാനിക്കുന്നതാണ് ശരിയും തെറ്റും. ഈ ശരിയും തെറ്റും വെളിച്ചത്തിൽ നമ്മൾ സമൂഹത്തെ വിലയിരുത്തരുത്. ഇതൊക്കെ എന്റെ വെറുതെ പേരുമ്പോൾ ആളുകൾ കാര്യം ഇത്രയും ഭീകരനായ മനുഷ്യൻ ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ പേടിക്കുന്നതാണ്. കമ്മ്യൂണിസ്റ്റുകാരെ കാണുമ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടു. എൻ്റെ ഒരു അങ്കിള് കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പൊ ഞാനന്ന് കോൺഗ്രസ് കുടുംബത്തിൽ ജീവിച്ചു വന്ന ആളായതുകൊണ്ട് ഇദ്ദേഹം മുമ്പ് ഞാൻ കട്ടിൻ്റെ കയറിയിരിക്കും. കാരണം ക്രിസ്ത്യാനികളുടെ തലവെട്ടുന്നതാണ് കമ്മ്യൂണിസ്റ്റുകാർ. അപ്പൊ ഓരോ കാലഘട്ടത്തിലും ചില പ്രത്യേക സംജ്ഞകൾ നമ്മുടെ മനസ്സിലോട്ട് അടിച്ചു കയറ്റാനാണ് ഈ ശ്രമിക്കുന്നത്. നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതെല്ലാ കാര്യത്തിലുണ്ട്. കള്ളുകാപ്പിന്റെ കാര്യത്തിലുണ്ട്. ഈ രാജ്യത്തെ കള്ളുകാപ്പുകൾ നിങ്ങൾ ക്രിസ്ത്യാനികളൊക്കെ എന്താ കാരണം? അത് പാവപ്പെട്ട എന്തെല്ലാം ബുദ്ധിമുട്ടാണ്. അത് ക്രിസ്ത്യാനി ഞങ്ങളുടെ പാവങ്ങൾ 5 സ്റ്റാർ ഹോട്ടൽ നന്നായിട്ട് നോക്കുമ്പോൾ ഈ 5 സ്റ്റാർ ഹോട്ടൽ നടത്തുന്നത് നല്ല ശതമാനം ക്രിസ്ത്യാനികളെ പള്ളിയുടെ കാഴ്ചവരുന്നു. ഒന്ന് ആലോചിച്ച് ഈ കേരളത്തിലെ ക്രിസ്ത്യാനികൾ മാത്രം മദ്യാസക്തിയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ, മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പുണ്യാഭക്തായ മതിയാണ്. ബോംബെയിലും ഡൽഹിയിലും മദ്രാസിലും കൽക്കട്ടയിലൊക്കെ കർത്തനാന്മാരല്ലേ അവിടെ പ്രജകളൊന്നും രക്ഷപ്പെടുന്നത്. ഈ ക്രിസ്ത്യാനികൾ ഒന്ന് രാജ്യമുണ്ടല്ലോ വർദ്ധിക്കാൻ, അവിടെ രാജാവുണ്ട്. എന്താ അവിടെ അനുവദിക്കാത്തത്? ബോംബിന്റെ കൊട്ടാരത്തിൽ മാറുണ്ട്. ഞാൻ വന്നപ്പോൾ അച്ഛൻ എന്തെങ്കിലും ഫോട്ടോഗ്രാഫിലുണ്ട്. ഞാൻ അവിടേക്ക് പോയപ്പോൾ എന്നാ പാറ്റം പറയാ അത് മാറല്ല, കാപ്പി ചായ കിട്ടും കൂട്ടത്തിൽ ബ്രാൻഡ് മിസ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇത് കേരളത്തിലെ കുഞ്ഞാടുകളെ മാത്രം രക്ഷിക്കേണ്ട ഒരു സാധനമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നു. പിഞ്ചു കുട്ടികൾ വെയിലത്ത് പ്രകടനം നടത്തുന്നു. ബാറുകൾ നിരോധിക്കുക, കള്ളുഷാപ്പുകൾ നിരോധിക്കുക. എന്നിട്ട് നിങ്ങളുടെ അച്ഛനൊക്കെ ടി വി ചർച്ചകൾ. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ മദ്യാസക്തിയും മദ്യപാനം എന്തായിട്ട് കാണണം. ഒന്ന് രോഗമാണ്, അതിന് ചികിത്സിക്കുന്നതാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മദ്യാസക്തിയായിട്ട് മാറും. ഞാൻ പറഞ്ഞ അങ്ങനെയാണ് കേരളത്തിൽ എല്ലാ അച്ഛന്മാരുണ്ട്. എല്ലാ ദിവസവും ഞാൻ ഓരോന്നും എടുത്തിട്ടുണ്ട് ഈ കുടുംബത്തിൽ നിന്ന്. അത് മാത്രമല്ല വ്യാജമദ്യം ഉണ്ടാക്കുന്നില്ല. എല്ലാ അരമനകളിലും ഈ വീര്യം കൂടിയ മാത്രമായി ഉണ്ടാക്കി ലൈസൻസ് ഇല്ലാതെ കച്ചവടം നടത്തുന്നു. ഇതിനെല്ലാം പുറമെ യൂറോപ്പില്
വീടുകളിലായിരിക്കും. എല്ലാ മൊണാസ്ട്രികളും മധ്യ വ്യവസായത്തിന്റെ കേന്ദ്രങ്ങളാണ്. നമ്മളൊക്കെ പറയുന്ന പല ബ്രാൻഡുകൾ ഉണ്ടാക്കി വരുന്നത് ഈ യൂറോപ്പിലെ മൊണാസ്ട്രികളിൽ നിന്നാണ് പ്രത്യേക വിലയുണ്ട്. അപ്പൊ ഓരോ ഞാൻ പറഞ്ഞു വന്നത് എന്റെ പക്ഷേ പറഞ്ഞു വന്നത് നമ്മുടെ വിശ്വാസങ്ങൾ നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്നു സ്വാർത്ഥനാവർത്തികൾക്ക്, സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി. ഈ സ്ഥാപിത താല്പര്യങ്ങൾ നമ്മളിൽ ഉണ്ടാക്കാൻ അടിച്ചേൽപ്പിക്കാൻ ഈ രാജ്യത്ത് നിലവിലുള്ള എല്ലാ സങ്കേതങ്ങളും അവർ ഉപയോഗിക്കും. ചില പള്ളികളെല്ലാം നമ്മളെത്തിക്കും. ഈ രാജ്യത്തെ ജനങ്ങൾ പട്ടിണി എടുക്കുമ്പോൾ പള്ളി പണിയുന്നു. ഇതെങ്ങനെ വിനിയോഗിക്കും? ഈ രാജ്യത്ത് എന്ത് നടന്നാലും, പാവപ്പെട്ടവർ വെട്ടിക്കൊല്ലപ്പെട്ടാലും, ബോംബിൽ മരിച്ചാലും, യുദ്ധങ്ങൾ നടന്നാലും, ഇറാഖിലോ ഇറാനിലോ എന്ത് നടന്നു, ഇതൊന്നും ഈ കുഞ്ഞാടുകളുടെ പ്രശ്നമല്ല. ഇതൊക്കെ നമ്മുടെ കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ രാഷ്ട്രീയത്തെ പറ്റി സംസാരിക്കാം എന്ന മനോഭാവത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിന്റെ പിന്നിലൊരു വ്യവസായമുണ്ട്. ആ വ്യവസായം എന്റെ ആരാധനാലയത്തിന്റെ, എന്റെ മതത്തിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാകാൻ പക്ഷെ മതശക്തികളാണ്, മതസംഘടനകളാണ്. ഇത് നിലനിർത്തേണ്ട ആവശ്യമാണ്. ഇതിനെതിരായിട്ട് എന്തെങ്കിലും വന്നാൽ ആര് പുസ്തകം ജസ്മിയല്ല, ഈവൻ ആ മതാം പുസ്തകം പോലും ഈ രാജ്യത്ത് വലിയ പ്രശ്നമുണ്ടായി. കാരണം ഇത് നമുക്ക് വളർത്താൻ കൊള്ളില്ല. ഇത് വളർന്നു കഴിഞ്ഞാൽ ആളുകൾ ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യാത്തൊരു സമൂഹത്തിനാണ് നമുക്ക് ആവശ്യം. നട്ടൽ വളഞ്ഞ് മുകളിലോട്ട് നോക്കിയിരിക്കാൻ പറ്റാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനാണ് നമ്മുടെ ശ്രമം. അതിനുവേണ്ടിയുള്ള എല്ലാ സംഘടനകളും നമ്മൾ ചെയ്യും. അപ്പൊ ഇവിടെ നമുക്ക് ആവശ്യം ഒരു പപ്പറ്റുകൾ, മുകളിൽ ഉത്തരവിട്ടാൽ അത് നടപ്പാക്കുന്ന ഒരു പപ്പറ്റ്. അതിനുവേണ്ടിയാണ് ഇന്ന് മതങ്ങൾ ശ്രമിക്കുന്നത്. അതിനുവേണ്ടിയാണ് ആരാധനാലയങ്ങൾ ശ്രമിക്കുന്നത്. അവരാണ് വിശ്വാസങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ മതവിശ്വാസം മാത്രമല്ല, ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കുന്ന മന്ത്രവാദികളാണ്. ദൈവത്തിന്റെ പേരല്ല, വിചാരത്തിന്റെ പേരുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് രക്ഷകൻ അന്വേഷിക്കുന്നതൊക്കെയാണ്. ഈ രക്ഷകൻ മന്ത്രവാദികളുടെ രൂപത്തിൽ, ചട്ടങ്ങളുടെ രൂപത്തിൽ വന്നാലും വിരോധമല്ല. എനിക്ക് എന്റെ അയൽവാസിനെ തട്ടിയിടണം. അതുകൊണ്ട് ഒരു പൂജ നടത്തിയ ചട്ടസംഹാര പൂജ, അതിന് കാശ് കൊടുക്കാൻ ചികിത്സിക്കാനേ ബുദ്ധിമുട്ടുള്ളൂ. ഇന്നലെ ഒരു വലിയൊരു മന്ത്രവാദി നാട്ടുകാരുടെ മുഴുവൻ ാക്കുന്ന ഒരാളാണ്. രാത്രി വിളിച്ച് 12 മണിക്ക് എന്റെ മകനെ കൊണ്ട് ഞാൻ രാവിലെ ഞാൻ കാണാൻ പറ്റുള്ളൂ. എനിക്ക് പകൽ വന്നാൽ ആളുകൾ കാണുന്നുണ്ട്. ഞാൻ ധാരാളം പേര് രോഗങ്ങൾ ഒരാളാണ്. പക്ഷെ അതുകൊണ്ട് സാർ എങ്ങനെയെങ്കിലും രാത്രികൾ ഇതാണ് അവർക്കറിയാം. കൃഷ്ണ പറഞ്ഞപോലെ ഇത് കയ്യിലിരിപ്പ് മോശമെന്ന് അവർക്കറിയാം. പക്ഷെ അത് തുറന്നു പറയാൻ സമ്മതിക്കില്ല. പറയാൻ അവർക്ക് പേടിയാണ്. ആ പേടി അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ഇത്തരം തെറ്റായ ധാരണകൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ, ഗൂഢമായ ചില ലക്ഷ്യങ്ങളുടെ പേരിൽ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കേണ്ടത് അതുകൊണ്ട് ജീവിക്കേണ്ട ആളുകളുടെ ആവശ്യം. പ്രതിഷ്ഠിതമായാണ് വിരോധിച്ചു. അതിന്റെ അടിസ്ഥാനപരമായ കാര്യം ആ ഗുരുവായൂരപ്പം നിലനിൽക്കുന്നു എന്നുള്ള ധാരണ പഠിപ്പിക്കണം. വീട് വേറെ കൂടിക്കൊണ്ടുവരും. സിസ്റ്റർക്കറിയാതെ 5 ലക്ഷത്തിന് വാങ്ങിച്ചാൽ 5 വരെ 5 വെക്കുമ്പോൾ 10 ലക്ഷമാവും. അതിന് പറ്റിയ സ്ഥലങ്ങളാണ് ഈ ആരാധനാലയങ്ങൾ. അതാണ് ഈ ആരാധനാലയങ്ങളുടെ ലക്ഷ്യവും. കാരണം അതിനോടനുബന്ധിച്ചുള്ള തൃശ്ശൂർ പൂരം നടത്തുന്നവരാണ്. തൃശ്ശൂർ ക്രിസ്ത്യാനികളാണ്, കച്ചവടക്കാരാണ്. അവരുടെ ആവശ്യം ആ സമയത്ത് ഇവിടെ ജോസേട്ടനറിയായിരിക്കും 200 രൂപയ്ക്ക് വാടകയുള്ള റൂമിന് അന്ന് 2000 രൂപയാണ് വാടക. ആ 2 ദിവസം. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു മാർക്കറ്റ് കിട്ടണമെങ്കിൽ എന്തുവേണം? പൂരം നടക്കണം. അല്ല, പൂരം നടന്നുകൊണ്ടൊന്നും നേടുന്നില്ല എന്ന് അവർക്കറിയാം. വഴിപാടുകളൊന്നും നേടുന്ന അറിയില്ല. ഞാനൊരു സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഒരിക്കൽ ഈ തൃശ്ശൂർ പട്ടണത്തിലെ റെയിൽവേ പോകുന്ന മോട്ടോർ ബൈക്കുമായിട്ടാണ് വലിയ കാലവഴിയുടെ കഷ്ടമാണ്. അപ്പൊ അതിന് ചികിത്സയായിട്ട് തൃശ്ശൂർ സിറ്റി ഹോസ്പിറ്റലിൽ കേൾക്കുമ്പോൾ ഒരു ബന്ധുവിന്റെ മോനെ ഞാനത് പ്രാർത്ഥിച്ചത്. ഞാൻ ശരി പ്രാർത്ഥിക്കുവാനല്ലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ദൈവത്തോട് നന്ദി വരും. ഞാൻ ജനങ്ങളാവോ അത് ഇത്രയും വയലത്തുനിന്ന് വാങ്ങിയിട്ട് എന്റെ തൃക്കരങ്ങളിൽ താങ്ങിയതുകൊണ്ടാണ് തലയിടിച്ച് ചത്തുപോയത്. അപ്പൊ ഞാൻ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇത്ര സ്നേഹം ദൈവം എന്നെ തട്ടിയിട്ടുള്ളൂ താങ്ങാൻ, അല്ലാതെ തന്നെ താങ്ങാൻ പാടില്ലായിരുന്നു. അപ്പൊ നമുക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോഴാണ് ഈ തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലോട്ട് നിലനിൽക്കുന്നു. നിങ്ങൾക്കൊക്കെ ഇല്ലാത്തൊക്കെ
ഞാൻ ഏകദേശം 1 വർഷം മുമ്പ് മരിച്ചു പോയത്. എനിക്ക് ആദ്യമായിട്ടാണ് തൃശ്ശൂർ പോയത്. ഇവിടെ ഇരുന്ന് പലപ്പോഴും കഴിഞ്ഞ ഓഗസ്റ്റ് 4-ാം തീയതി ഞാൻ തൃശ്ശൂർ തേക്കിക്കാട് മൈതാനിയിൽ രാഷ്ട്രീയ സമരത്തിൽ പ്രസംഗിച്ചതിന് ശേഷം തിരിച്ചു പോകുമ്പോൾ കൊടുങ്ങല്ലൂർ വെച്ച് എനിക്ക് ശ്വാസം മുട്ടാൻ പുറപ്പെട്ടു. എൻ്റെ ശ്വാസക്രമം മാറി, ഫാക്കൽറ്റികൾ കുറെ കൂടി മരിക്കുന്നു എന്ന് ബോധ്യമായപ്പോൾ ആരെങ്കിലും ബോർഡിൻ്റെ ഹോസ്പിറ്റലിലോട്ട് ചെയ്തു. അവിടെ ചെന്ന് വണ്ടി നിർത്തി ഞാൻ ഡ്രൈവിംഗ് വരാറില്ല. ഈ താക്കോലും ഫോണും കൂടി മേശപ്പുറത്ത് വെച്ച് ഞാൻ അവിടെ മരിച്ചു. അവരെ ഞാൻ ഐഡന്റിഫൈ ബോഡിയൊക്കെ നോക്കിയിട്ട് ഒരു 5 മിനിറ്റ് ആയിക്കാണ് 4 മിനിറ്റ് കഴിയുമ്പോൾ അവർ ഫോണിൽ നിന്ന് എൻ്റെ സുഹൃത്തുക്കളിരുന്നു. അവരെ ആദ്യം അവസാനം ഞാൻ വിളിച്ചത്, അവരെ വിളിച്ചു. ആളാണെന്ന് ഐഡന്റിഫൈ ചെയ്തു. അതിനുശേഷം നൽകിയ ശക്തമായ വൈദ്യുതി പ്രവാഹം ഹൃദയത്തെ സ്പന്ദിക്കാൻ ഇടയാക്കി. അതിനുശേഷം ഹൃദയത്തിൽ കൊണ്ട് വലിയ ഡ്രസ് കൊണ്ടെടുത്തു. ഒരു കൊല്ലമാകുമ്പോഴാണ് ഈ 4-5 വീട്ടിൽ ഞാൻ മരിച്ചു പോയിട്ട് അവിടെ ചെന്ന് നോക്കിയപ്പോൾ 20-25 ഒന്നും കണ്ടില്ല. ഗർഭന്മാരെയും കണ്ടില്ല, ആരെയും കണ്ടില്ല. അപ്പൊ അത് എനിക്ക് തിരിച്ചു വന്ന് പറയാൻ പറ്റി. വേറെ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മളൊക്കെ അച്ഛന്മാരും കല്യാണത്തിനൊക്കെ കണ്ടിട്ട് അവിടെ മെഴുതിയെത്തിച്ച് അവിടുത്തെ പ്രാർത്ഥിക്കും. അപ്പൊ ഇങ്ങനെ നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കും. ഇപ്പൊ സത്യം പറയില്ല, ക്രിസ്തു പറഞ്ഞ വേറെ പുസ്തകം വായിക്കാറില്ലായിരുന്നു. ഞാൻ കൃത്യമായിട്ട് വേറെ പുസ്തകം വായിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഈ വേദപുസ്തകം വായിക്കുന്നവർക്ക് കുഴപ്പമൊന്നുണ്ട്. ഈ അടുത്ത കാലത്ത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചു. അതിനകത്ത് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, എന്താണ് യഹോവയ്ക്ക് ഇഷ്ടപ്പെട്ട യാഗം? വെണ്ണീരിൽ കിടന്ന് വിലപിച്ച് നോക്ക് നോക്കുന്നതല്ല, മറിച്ച് അടിമച്ചങ്ങലകളെ പൊട്ടിച്ചെറിയൽ, പീഡിപ്പിക്കപ്പെടുന്നവന്റെ പക്ഷം ചേരൽ, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം, ഇതത്ര യഹോവയ്ക്ക് ഇഷ്ടപ്പെടുന്ന യാഗം. ആ യാഗത്തിൽ വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ്. ആ യാഗമാണ് മനുഷ്യത്വത്തിന്റെ മാനവികതയുടെ ലക്ഷ്യം. വ്യവസ്ഥമായിട്ട് ഇനി പലതും കിട്ടും. മറ്റേ സഭാപ്രസംഗിൽ പറഞ്ഞിട്ടുണ്ട്, ഈ മൃഗത്തിന്റെ ആത്മാവ് നരകത്തിലോട്ട് പോകുന്നു, മനുഷ്യന്റെ ആത്മാവ് സ്വർഗത്തിലോട്ട് പോകുന്നു. ആർക്കറിയാം? രണ്ടിനും ജനിക്കുന്നത് വായിക്കാൻ പഠിക്കില്ല, വായിക്കില്ല, വ്യാഖ്യാനിക്കില്ല. നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കാൻ ആവശ്യമുള്ള ഭാഗം മാത്രം. ഏറ്റവും രസകരമായ കാര്യമുണ്ട്. ഈ യേശു പറഞ്ഞൊരു ഭൂമിയുണ്ട്, ധനവാന്റെ ലാസറിന്റെ ഭൂമ. ധനവാന്റെ മേശയ്ക്കടുത്ത് പട്ടിണി എടുത്തിരുന്ന ലാസർ മരിച്ചപ്പോൾ ലാസർ സ്വർഗത്തിലോട്ടും ധനവാൻ നരകത്തിലോട്ടും പോയി. ഇതിന്ന് ഉദ്ദേശിച്ചത് ആ സമൂഹത്തിൽ മനസ്സിലാവുന്ന വിധത്തിൽ പാവപ്പെട്ടവരെ സഹായിക്കണം, പീഡിപ്പിക്കപ്പെടുന്നവരുടെ രക്ഷകനായി മാറണം എന്ന സന്ദേശമാണ്. പക്ഷേ ഇത് വ്യാഖ്യാനിച്ച് സ്വർഗവും നരകമുണ്ടെന്ന് തീരുമാനിക്കേണ്ട ഒരു ഭൂമിയായിട്ട് മാറ്റിയിരിക്കുന്നു. ഇങ്ങനെ വളച്ചൊടിക്കുന്ന ചില വസ്തുതകൾ, ആ വസ്തുതകൾ നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിൽ ഗുണമൂലമായി കൊണ്ടിരിക്കും. എന്നോട് പറയുന്നത് വന്നിച്ചില്ലെങ്കിലും ഗവൺമെന്റ് നിന്ദിക്കരുത്. കാരണം അവരുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നതുകൊണ്ടാണ് നിന്ദിക്കരുത് എന്ന് പറയുന്നത്. ഇതൊക്കെ ആദ്യം വളരെ ചുരുങ്ങിയ ഒരു സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ പള്ളികളിലെ അച്ഛന്മാരും അമ്പലങ്ങളിലൊക്കെ നടത്തുന്ന ഈ കുട്ടികൾക്കുള്ള ട്രെയിനിങ്, മത വിദ്യാഭ്യാസം, ഇവർക്ക് ബാലപീഠത്തിന് കേസുകളുണ്ട്. കാരണം ശരി തെറ്റ് അറിയാമോ ഇവർക്ക് പോലും അറിയാൻ വയ്യാത്ത കാര്യം ഈ പിഞ്ചു മനസ്സിൽ, പിഞ്ചു കുട്ടികളുടെ മനസ്സിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഭാവിയിൽ പോലും കുറ്റബോധം സൃഷ്ടിച്ചുകൊണ്ട് ജീവിക്കാൻ അവരെ പ്രേരിപ്പിക്കും. കുറ്റബോധമാണ് മതവിശ്വാസത്തിന്റെ അടിസ്ഥാനം. കുറ്റബോധം ഉണ്ടെങ്കിൽ വന്നാലെന്ന് അറിയില്ല. പണ്ട് ഒരു പോപ്പ് പാവമോചന ടിക്കറ്റ് വെച്ചു. എത്ര $1 ആ $1 കൊടുത്ത് പാവമോചന ടിക്കറ്റ് വാങ്ങിച്ചാൽ അതുവരെയുള്ള പാപം മുഴുവൻ. ഇങ്ങനെ ഏതെല്ലാം തരത്തിൽ മനുഷ്യന്റെ ഈ പാപചിന്തയെ വളർത്തിയെടുത്തുകൊണ്ട്, ഈ പാപബോധം സൃഷ്ടിച്ചെടുത്തുകൊണ്ട് അത് ഗുണമാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഈ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിക്കുന്നതിന്റെ അടിസ്ഥാന കാരണം. നിങ്ങൾക്ക് പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും നിങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ നിങ്ങൾ ആരെങ്കിലും ഒരു അതിശയം നടക്കുന്നവരും അമാനുഷികമായ അതിശയം. ഇവിടെ പലർക്കും പുണ്യാളന്മാരാക്കേണ്ട കാലം നോക്കുന്നു, കൈ നോക്കുന്നു. ഇത് നിങ്ങളാരെങ്കിലും കണ്ടെത്തുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടെത്തുന്നു. ഏറ്റവും വലിയ അതിശയം നടത്തിയിരുന്ന സായിബാബ അവസാനം പട്ടി ശ്വാസം മരിക്കുന്ന പോലെ ശ്വാസം കിട്ടാതെ വീൽ ചെയറിൽ മരിക്കുമ്പോൾ ആ സ്വന്തം കൈ കിട്ടുന്നതായി തെറ്റാൻ പാടില്ല. മനോഹരമായ മരണങ്ങൾ അദ്ദേഹത്തിന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം മനുഷ്യരെ പറ്റിക്കാൻ ഉപയോഗിക്കാം എന്നുള്ളതല്ല.
അവരുടെ വിശ്വാസങ്ങൾ ശരിയല്ലാന്ന് ഉത്തമ ബോധ്യം അവർക്കുള്ളതുകൊണ്ട് തന്നെ അത് മനസ്സിൽ വെക്കുന്നതുകൊണ്ടാണ് അതിനെതിരായി ആരെങ്കിലും ചെറുവിരലാക്കിയാൽ ശക്തമായി പ്രതികരിക്കുന്നതും അവർക്കെതിരായി നടപടികളുമായി നീങ്ങുന്നു. കാരണം വിമർശനം ഉൾക്കൊള്ളാൻ കഴിയാത്ത, വിമർശിക്കുന്നവരെ തകർക്കാൻ ശ്രമിക്കുന്ന മനോഭാവമാണ് ഈ ഫാസിസത്തിന്റെ, ഈ മതഫാസിസത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണം. ആ മതഫാസിസമാണ് ഈ രാജ്യത്ത് നടക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ പോലും ഈ മതസംഘടനകളുടെയും മതമേധാവികളുടെയും വാലാട്ടികളായി മാറുന്ന വളരെ ദുരുത്സാഹമായ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം പാർലമെന്ററി വ്യാമോഹം തലക്കി പിടിച്ചാൽ നമ്മുടെ എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും നമ്മൾ മാറ്റിവെക്കും. അത് മാറ്റിവെച്ചുകൊണ്ട് 4 സീറ്റ് ജയിക്കണമെങ്കിൽ ഇനിയിപ്പോ ഒരു ക്യാമറ ഡാൻസറായാലും സിനിമാ നടനായാലും മജീഷ്യനായാലും ഒന്നും വിരോധമില്ല എന്നുള്ള സ്റ്റേജിലോട്ട് നമ്മൾ എത്തുന്നു. ഇത് നേരത്തെ ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് എന്താ വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താലും ശരി കുറച്ച് ചെയ്യുന്നത് അങ്ങേക്ക് മാറ്റാം എന്നാണ് ആ മെസ്സേജ്. അത് നമ്മൾ ഇവിടെ എറണാകുളത്ത് ഒരു സ്ഥലമുണ്ട്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടു, അയ്യപ്പനാവിടെ ശ്രീനാരായണ ഗുരുവിന്റെ പേരുള്ള ഇതിന്റെ അടുത്തും മറ്റു 2 പടമുണ്ട്. 2 വ്യാജമദ്യത്തിൽ കേസിൽപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടന്ന് മരിച്ചവരുടെ പടം. അപ്പൊ അടുത്ത തലമുറയിൽ എന്താ വിചാരിക്കാം, 3 സാമൂഹ്യ പരിഷ്കർത്താർ നിലനിൽക്കുന്നു. ഇവരെന്ത് ചെയ്തു എന്ന് പഠിച്ച് മനസ്സിലാക്കി അത് അനുകരിക്കാൻ ഈ രാജ്യത്തെ നമ്മുടെ കുട്ടികൾ ശ്രമിക്കില്ലേ? ആ ശ്രമിക്കുന്നതിനെ അവരെ കുറ്റം പറയാൻ നമുക്ക് പറ്റും. അവർ ശക്തമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഈ യുവതലമുറയെ കൈപിടിപ്പിക്കേണ്ട ചുമതലയാണ് നമുക്കുള്ളത്. നമ്മളെന്താ പറയുന്നത്? എന്റെ വിശ്വാസം എങ്ങനെയാണ്? ഭാര്യ മക്കളും അങ്ങനെ വിശ്വസിക്കുന്നവരെ വിശ്വസിച്ചോട്ടെ. ഭാര്യ മക്കളെ വിശ്വസിക്കുന്നത് നിങ്ങളുടെ മതം കൊണ്ടാണ്. കാരണം നിങ്ങളുടെ ജീവിതം ഒരു സന്ദേശമാക്കി മാറ്റാൻ, നിങ്ങളുടെ ജീവിതം ഓരോരുത്തർ മാതൃകയാക്കി മാറ്റാനുള്ള ജീവിതം നിങ്ങൾ ജീവിക്കുന്നില്ല. രാജ്യമൊക്കെ പ്രസംഗമുള്ളൂ, വീട്ടിൽ യുക്തിവാദമില്ല, യുക്തിബോധമില്ല. യുക്തിബോധമില്ലാത്ത ജീവിക്കുന്ന ഒരു അച്ഛന് എങ്ങനെ കുട്ടികൾക്ക് യുക്തിബോധം പഠിപ്പിക്കാൻ പറ്റും? ഈ പല കുടുംബങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഇദ്ദേഹത്തിന്റെ ഈ സ്മരണ പുതുക്കുന്ന ഈ ദിവസത്തിൽ വരാനിടയായത് എനിക്ക് സന്തോഷമാണ്. അതുകൊണ്ട് ഈ രാജ്യത്ത് യുക്തിബോധത്തോടുകൂടി ജീവിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതം ഇതിനൊക്കെ എതിരായിട്ടുള്ള സന്ദേശമാക്കി മാറ്റാൻ തരത്തിലുള്ള ഒരു ജീവിതക്രമം നിങ്ങൾ ജീവിതത്തിൽ പാലിക്കണം എന്ന് മാത്രമാണ്. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിർത്തുന്നു. നിങ്ങൾക്കെതിരെ ശാസ്ത്രവും ദർശനവും എന്ന വിഷയം അത്